നമസ്കാരം. ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന വിഷയത്തെ പറ്റിയാണെന്ന് പറയാൻ പോകുന്നത്. എന്താണ് ആൻറ്റിബയോട്ടിക്? നമുക്ക് അസുഖങ്ങളൊക്കെ വരുമ്പോൾ, അണുബാധ ഉണ്ടാകുമ്പോൾ ആൻറ്റിബയോട്ടിക് കഴിച്ചിട്ടില്ലാത്ത ആരും ഉണ്ടാകില്ല. പ്രത്യേകിച്ച് ഈ പ്രേക്ഷകർ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നവർ. കുട്ടികളൊക്കെ ചിലപ്പോൾ അവർക്ക് കഴിച്ചോ ഇല്ലെന്ന് അറിയാൻ പറ്റില്ല. പ്രായപൂർത്തിയായവർക്കറിയാം എപ്പോഴൊക്കെ ആൻറ്റിബയോട്ടിക് കഴിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ ഏതെങ്കിലും ഒരു ആൻറ്റിബയോട്ടിക് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിരിക്കും. നമുക്ക് അണുബാധയൊക്കെ വരുമ്പോൾ അതിനെ ചെറുക്കാനായിട്ട്, അതിനെ മാറ്റാനായിട്ട്, ചികിത്സിച്ച് മാറ്റാനായിട്ടാണ് ആൻറ്റിബയോട്ടിക് മരുന്നുകൾ ഉപയോഗിക്കുന്നത്. ആലോചിച്ച് നമുക്ക് മൂത്രത്തിൽ അണുബാധ, നമ്മൾ പറയില്ലേ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, അല്ലെങ്കിൽ പനി വരുമ്പോഴത്തേക്ക് തൊണ്ടവേദന വന്നിട്ട് തൊണ്ടയിൽ ഇൻഫെക്ഷൻ, ചിലപ്പോൾ ശ്വാസകോശത്തിൽ അണുബാധ, ഇങ്ങനെ പലയിടത്ത് ത്വക്കിൽ പഴുപ്പ്, എന്തെങ്കിലും മുറിഞ്ഞിട്ട്, ഇതൊക്കെ വരുമ്പോൾ നമ്മൾ ആൻറ്റിബയോട്ടിക് കഴിക്കാറുണ്ട്. അപ്പോൾ ആദ്യത്തെ ആൻറ്റിബയോട്ടിക് ഏതാണ്? പെൻസിലിനാണ്. 1928 അത് കണ്ടുപിടിച്ചത്. അപ്പോൾ അതിനു മുമ്പ് ആൻറ്റിബയോട്ടിക് ഇല്ലാത്തൊരു രോഗമായിരുന്നു. അണുബാധ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം സ്വയം രക്ഷപ്പെടുത്തിയെടുത്തില്ലെങ്കിൽ മരിച്ചു പോകുമായിരുന്നു അണുബാധ കാരണം. പെൻസിലിൻ കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് അണുബാധ വന്നു കഴിഞ്ഞാൽ ചികിത്സിച്ച് രക്ഷപ്പെടുത്താം, ഒരു ജീവൻ രക്ഷപ്പെടുത്താവുന്ന അവസ്ഥയിലെത്തി. അതിനുശേഷം ഒരുപാട് ആൻറ്റിബയോട്ടിക്കുകൾ വന്നു. ഇപ്പോൾ മനുഷ്യ സമൂഹം അനുഭവിക്കുന്ന അല്ലെങ്കിൽ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നം ആൻറ്റിബയോട്ടിക്കുകൾക്ക് എതിരെ പ്രവർത്തിച്ചു നിൽക്കാൻ, അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക്കുകളെ പ്രതിരോധിക്കാൻ കഴിയുന്ന ബാക്ടീരിയകൾ ഉണ്ടാകുന്നതാണ്. ആലോചിച്ച് നോക്ക്, ഒരു കാലത്ത് മനുഷ്യൻ ആൻറ്റിബയോട്ടിക്കുകൾ ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് പേർ മരിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ ആൻറ്റിബയോട്ടിക്കിൻ്റെ ദുരുപയോഗം കൊണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ ലോകത്ത് മരിച്ചു പോവുകയാണ്. ചില രോഗങ്ങൾക്ക് ആൻറ്റിബയോട്ടിക് ആവശ്യമില്ല. ഉദാഹരണത്തിന് നമ്മുടെ ജലദോഷപ്പനി വന്നു, വൈറൽ ഫീവർ വന്നു, അത് വൈറസാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് ആൻറ്റിബയോട്ടിക്കിൻ്റെ ആവശ്യമില്ല. പലപ്പോഴും നമ്മുടെ നിർബന്ധം കാരണം ഡോക്ടർമാരെ കൊണ്ട് എഴുതിക്കാറുണ്ട്. അല്ലെ ചിലപ്പോൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ആൻറ്റിബയോട്ടിക് വാങ്ങിച്ച് കഴിക്കും. അല്ലെ പണ്ട് ഒരു ആൻറ്റിബയോട്ടിക് ആവശ്യമുള്ളൊരു അസുഖത്തിന് ഡോക്ടർ എഴുതി തന്ന ആൻറ്റിബയോട്ടിക് നമ്മൾ വീണ്ടും വാങ്ങിച്ച് കഴിക്കും. ഇങ്ങനെ ആൻറ്റിബയോട്ടിക്കുകൾ ദുരുപയോഗം ചെയ്ത് കഴിഞ്ഞാൽ, എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്തപ്പോൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, അതും പറയുന്നത്ര കോഴ്സ്, ഇപ്പോൾ ചിലപ്പോൾ 5 ദിവസം കഴിക്കാൻ, 7 ദിവസം കഴിക്കാൻ, അതൊക്കെ അത്രയും ദിവസം കഴിക്കാതെ ഇടയ്ക്ക് വെച്ച് നിർത്തിക്കളയുക. അല്ലെങ്കിൽ കൃത്യമായ ഡോസ് 500 മില്ലിഗ്രാം വീതം കഴിക്കാൻ പറയുമ്പോൾ നമ്മൾ കുറഞ്ഞ ഡോസായി പോയി കഴിച്ചത്, അല്ലെങ്കിൽ നിലവാരം കുറഞ്ഞ ആൻറ്റിബയോട്ടിക് വാങ്ങിച്ച് കഴിച്ചു. ഇതൊക്കെ വരുമ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊക്കെ ആൻറ്റിബയോട്ടിക്കിന് അത് ഉപയോഗിച്ച് കൊല്ലാവുന്ന ബാക്ടീരിയ ഇതിനെതിരെ പ്രതിരോധ ശക്തി നേടും. അപ്പോൾ ഈ മരുന്ന് പോരാതെ വരും. അപ്പോൾ നമ്മൾ അടുത്ത ഉയർന്ന നിലവാരത്തിൽ ആൻറ്റിബയോട്ടിക് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ നേരത്തെ അസുഖം വന്നൊരാൾക്ക് ആൻറ്റിബയോട്ടിക്കിന് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ബാക്ടീരിയ അയാളുടെ ശരീരത്തിലുണ്ടെങ്കിൽ അയാളിൽ നിന്ന് വേറെ ആൾക്ക് കിട്ടുമ്പോൾ അതും റെസിസ്റ്റൻ്റ് ആകാം. ഫലത്തിൽ നമ്മൾ നിലവിലുള്ള മരുന്നുകൾ കൊണ്ട്, നിലവിലുള്ള ആൻറ്റിബയോട്ടിക്കുകൾ കൊണ്ട് ചികിത്സിച്ച് മാറ്റാൻ പറ്റാത്ത രീതിയിലേക്ക് ചില രോഗങ്ങൾ വന്നു തുടങ്ങിയിരിക്കുകയാണ്. വലിയ പ്രശ്നമാണ്. നമുക്കറിയാം ഇത് ചികിത്സിച്ച് മാറ്റാവുന്ന രോഗമാണ്. ഏത് ബാക്ടീരിയയാണ് ഉണ്ടാക്കുന്നത്, അതിനെതിരെ ഫലവത്തായ മരുന്നുകളുടെ പേരും നമുക്കറിയാം. പക്ഷേ പ്രയോഗിക്കുമ്പോൾ ബാക്ടീരിയ ചാകുകയില്ല, രോഗിയെ രക്ഷപ്പെടുത്താൻ പറ്റാതെ വരും. അങ്ങനെ രോഗികൾ മരിച്ചു പോകുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ നമ്മൾ ഇക്കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ വേണം. ഒന്നാമത്, ആൻറ്റിബയോട്ടിക് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ കഴിക്കരുത്. കടയിൽ നിന്നും മെഡിക്കൽ സ്റ്റോറിൽ നിന്നും വാങ്ങിച്ച ആൻറ്റിബയോട്ടിക് തനിയെ കഴിക്കരുത്. അല്ലെങ്കിൽ പണ്ട് ആരെങ്കിലും ഒരിക്കൽ ഒരു ഡോക്ടർ എഴുതിയ ആൻറ്റിബയോട്ടിക് നമ്മൾ വീണ്ടും ഡോക്ടറോട് ചോദിക്കാതെ വാങ്ങിച്ച് കഴിക്കരുത്. അല്ലെങ്കിൽ മറ്റൊരാളുടെ ആൻറ്റിബയോട്ടിക് നമ്മൾ എടുത്ത് കഴിക്കരുത്. അല്ലെങ്കിൽ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൻറ്റിബയോട്ടിക് എന്നാൽ കുറച്ചിരിക്കട്ടെ എന്ന് പറഞ്ഞ് വേറൊരാൾക്ക് എടുത്ത് കൊടുക്കരുത്. അങ്ങനെ ചെയ്യരുത്. ആൻറ്റിബയോട്ടിക്കുകൾ നിർദ്ദിഷ്ടമായിട്ടുള്ള കാലയളവിലേക്ക് അത് കഴിക്കണം. ഒരു ദിവസം എത്ര നേരം എന്നുള്ളത് കൃത്യമായിട്ട് കഴിക്കണം. അത് ഏറ്റവും ഗുണനിലവാരമുള്ള ആൻറ്റിബയോട്ടിക് തന്നെ ആയിരിക്കണം കഴിക്കുന്നത്. അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന പ്രശ്നം, ബാക്ടീരിയകൾക്ക് ആൻറ്റിബയോട്ടിക്കുകളെ പ്രതിരോധിച്ച് നിൽക്കാൻ കഴിയുന്ന പ്രശ്നം ലോകവ്യാപകമായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിലേറ്റവും പ്രശ്നമുള്ള രാജ്യം ഇന്ത്യയാണ്. കേരളത്തിൽ ആ പ്രശ്നമുണ്ട്. അതുകൊണ്ട് ആൻറ്റിബയോട്ടിക്കിനോട് വളരെ സൂക്ഷിച്ച് വേണം ഇടപെടാൻ. ആൻറ്റിബയോട്ടിക് ഉപയോഗിച്ച് നമ്മൾ പരീക്ഷണങ്ങൾ നടത്തരുത്. ആൻറ്റിബയോട്ടിക്കിനോട് കളിക്കരുത്.